നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയറോ ഹെയർ കെയറോ അല്ലെങ്കിൽ ഗ്ലോയിങ്ങോ ഒന്നുമല്ല. നമുക്കറിയാം ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും പോകുന്ന ഒരു കാര്യമാണ് സ്കിൻ ഗ്ലോ, വൈറ്റനിങ്, ബ്രൈറ്റനിങ്. ഇതൊന്നുമല്ല, നമ്മൾ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരേ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. നമ്മുടെ ഐയെ നമുക്ക് എങ്ങനെയൊക്കെ കെയർ ചെയ്യാം? നമുക്ക് ഇന്നത്തെ ജീവിതശൈലി വെച്ച് നോക്കുമ്പം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രോബ്ലമാണ് ഐ ഡ്രൈനെസ്, അതേപോലെ ബ്ലഡ് വിഷൻ എന്നൊക്കെ പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്കിത് പരിഹരിക്കാം? നമുക്കറിയാം നമ്മുടെ ജീവിത ശൈലി ഇപ്പോൾ അങ്ങനെയാണ്, നമുക്കത് മാറ്റാൻ പറ്റില്ല. സ്കൂളിലാണെങ്കിലും ഫോണും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്താലേ പറ്റുള്ളൂ. ഓഫീസിലും നമുക്ക് അതേപോലെ ഫുൾ ടൈം ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ സോൾവ് ചെയ്യാം, അതിന് പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5-6 വൈറ്റമിൻസിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കുട്ടികളിലോട്ട് തന്നെ പോകാം. കുട്ടികൾ നമുക്കറിയാം, ഇപ്പൊ കുഞ്ഞു കുട്ടികൾ പോലും കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ ഫോൺ രീതി അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പം മാക്സിമം നമുക്ക് അവരിൽ മാക്സിമം വൈറ്റമിൻ എ, ക്യാരറ്റ് ഒക്കെ അടങ്ങിയ മാക്സിമം ഫുഡ് കൊടുക്കുക. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, മാക്സിമം ഫ്രൂട്ട്സ്. അപ്പം നിങ്ങൾക്ക് പറയാം, ഇത് നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്, ഇതെങ്ങനെ അവർ കഴിക്കത്തില്ല, അവരെങ്ങനെ കൊടുക്കും എന്നുള്ളത്. അപ്പം മാക്സിമം ഈ ഡ്രൈ ഫ്രൂട്ടൊക്കെ ഒരുമിച്ച് നിങ്ങൾ പൊടിക്കുക. എല്ലാം പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പാലിലോ വല്ലതും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫിഷ് നന്നായിട്ട് കൊടുക്കുക. ഫിഷ് കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒമേഗ, മാർക്കറ്റിൽ ഒമേഗ ആയിട്ട് അവൈലബിൾ ആണ്. വൈറ്റമിൻ എ ആൻഡ് ഡി പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് അവൈലബിൾ ആണ്. ഈ ഒമേഗ കുഞ്ഞ് ടാബ്ലറ്റ് ഫോമിൽ, അതേപോലെ തന്നെ ഗമ്മി ഫോമിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് ഡെയിലി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ രണ്ടാമത് പോകുന്നത് മുതിർന്നവരിലോട്ടാണ്. മുതിർന്നവർ നമുക്കറിയാം ലാപ്ടോപ്പ് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓഫീസിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഐ ഡ്രൈനെസ് ആണ്. ഐ ഡ്രൈനെസ്സിന് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം എന്ന് നോക്കിയാൽ, നാച്ചുറൽ ഫുഡ് നോക്കുവാണെങ്കിൽ അവോക്കാഡോ, പപ്പായ, ബനാന, അതേപോലെ ക്യാരറ്റ്, മാക്സിമം ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ സാൽമൺ ഫിഷ്, ചൂര, മത്തി, ഇതെല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നാച്ചുറൽ ഫുഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ഉള്ള ഒരു ഡെയിലി ഹാബിറ്റിൽ ചിലപ്പോൾ നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു 5-6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐ വൈറ്റമിൻസ് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ അല്ലെങ്കിൽ ബീറ്റാ കരോട്ടിൻ എന്നൊക്കെ ഫോമിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ സപ്ലിമെന്റ് കിട്ടുന്നത്. രണ്ടാമത് അസ്റ്റാസാൻഡിൻ, അതേപോലെ തന്നെ സിയാസാൻഡിൻ, അതേപോലെ ലൂട്ടിൻ, ഇതേപോലെ പല പല ഫോമിൽ വൈറ്റമിൻസ് അവൈലബിൾ ആണ്. മൂന്നാമത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ സി അതേപോലെ റിച്ച് ആയിട്ട് ഡെയിലി ബേസിസ് നിങ്ങൾ ഉൾക്കൊള്ളിക്കുക. പിന്നെ ഒമേഗയാണ്. ഒമേഗ മെയിനായിട്ട് ഐക്ക് പറയുന്നത് ഒമേഗ 7 ആണ് കേട്ടോ, ഒമേഗ 7. അപ്പം ഇത്രയും വൈറ്റമിൻസ് മാക്സിമം ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഫോമിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ നാച്ചുറൽ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഇതേപോലെ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഡെയിലി ബേസിസ് നിങ്ങൾ ഫുഡ് ഹാബിറ്റിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.